ഒറ്റശീലം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തുളസീധരനോട് നല്ല രീതിയിൽ തന്നെ മീനാക്ഷി ചൂടാവുന്നുണ്ട്. ആ കിടക്കുന്ന കുഞ്ഞു കാരണമാണ് അച്ഛൻ ഇപ്പോൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ പഴയതൊന്നും മറന്നു പോകരുതെന്നും മീനാക്ഷി പറയുമ്പോൾ അതെല്ലാം എനിക്കറിയാം എന്ന് തുളസീധരൻ പറയുന്നുണ്ടെങ്കിലും മീനാക്ഷി പറയുന്നു, അച്ഛാ ചില കാര്യങ്ങൾ ചില സമയത്ത് ഓർമ്മപ്പെടുത്തേണ്ടി വരും, അതാണ് ഇപ്പോൾ എൻ്റെ ഗതികേടെന്ന് മീനാക്ഷി പറയുമ്പോൾ ആരും തലമറന്ന് എണ്ണ തേക്കരുത്. അച്ഛൻ ഇത് പണ്ട് ഞങ്ങളോട് പറയുന്ന ഡയലോഗായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇനി എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത്. ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം. അച്ഛൻ അതിനെ അംഗീകരിക്കുകയൊന്നും വേണ്ട. പക്ഷെ അതെൻ്റെ കുഞ്ഞാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് എനിക്ക് ഒത്തിരി സങ്കടമുണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് പോകുന്നു. അങ്ങനെ തുളസിക്ക് തോന്നുകയാണ് ചെയ്തതും പറഞ്ഞതെല്ലാം തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ട്. പിന്നീടാണെങ്കിൽ തുളസി ചേട്ടനും അതുപോലെ ദാസപ്പനും ചേർന്നിട്ട് രാജലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ അടുത്തുള്ള കടയിൽ നിന്ന് കയറുന്നു. നാരങ്ങ സോഡ എല്ലാം ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നീട് അയാൾ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എവിടേക്ക് പോവാണ്? വല്ല സ്ഥല കച്ചവടത്തിന്റെ കാര്യത്തിന് പോവാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് കടക്കാരൻ. അപ്പൊ തുളസി ചേട്ടൻ പറയുന്നത്, ഇല്ല, ഞാൻ എൻ്റെ മോൾക്ക് ഇവിടെ ഒരു ചെക്കനെ ആലോചിച്ചിട്ടുണ്ട്. എവിടെ ഉള്ളവരാ, ആരാ ആൾക്കാരെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ആ രാജലക്ഷ്മി മാഡത്തിന്റെ മോനാണോ ഇളയ മോനെയാണോ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ തുളസി പറയുന്നുണ്ട്, അത് തന്നെ പയ്യെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കടക്കാരൻ പറയുന്നുണ്ട്, മൂത്ത മക്കൾക്കൊന്നും മക്കളില്ല, ഇതെല്ലാം പറഞ്ഞില്ലായിരുന്നോ ദാസപ്പ എന്ന് ചോദിക്കുമ്പോൾ ദാസപ്പനാകെ വല്ലാണ്ടാകുന്നുണ്ട്. അതെല്ലാം ഞാൻ തുളസി ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്നെല്ലാം പറയുന്നു. കടക്കാരൻ പറയുന്നുണ്ട്, എല്ലാം നന്നായിട്ട് തിരക്കിയിട്ട് ചെയ്താൽ മതി, ഒരു പെൺകുട്ടിയുടെ കാര്യമാണെന്നെല്ലാം അയാളും പറയുന്നുണ്ട്. പിന്നീട് രാജലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ രാജലക്ഷ്മി അവരെ എല്ലാം അകത്തേക്ക് വിളിച്ച് ഇരുത്തുകയൊക്കെ ചെയ്യാണ്. അതേസമയം ദാസപ്പൻ ചോദിക്കുന്നു, മാഡത്തിന് ഇതാരാണെന്ന് മനസ്സിലായോ? പിന്നെ തൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് തുളസീധരൻ എന്ന് എനിക്കറിയാമെന്നും പറയുന്നു. ആട്ടെ, മീനാക്ഷിയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട്. തുളസി പറയുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. മാഡം ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ ഉദ്ദേശം? ചടങ്ങിന്റെ ഭാഗമായിട്ട് വന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വരികയാണെങ്കിൽ സ്ത്രീകളും കൂടെ ഉണ്ടാവുമല്ലോ എന്നെല്ലാം ചോദിക്കുന്നു. എന്താ പിന്നെ വല്ല കാര്യം അന്വേഷിക്കാനാണോ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ തുളസി ചോദിക്കുന്നുണ്ട്, വിഷ്ണു എവിടെയെന്ന്. ഇല്ല, 3 പേരും ഇവിടെ ഇല്ല, 3 പേരും 3 സ്ഥാപനങ്ങളിലേക്കായിട്ട് പോയിരിക്കുകയാണെന്നും പറയാം കേട്ടോ. വന്ന കാര്യം പറയാം, മുഖവരി ഇല്ലാണ്ട് എല്ലാ കാര്യം തുറന്നു പറയുന്നതാണോ നല്ലതെന്ന് പറഞ്ഞ് തുളസി നേരെ കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. മൂത്തവർക്ക് 2 പേർക്കും കുട്ടികളൊന്നും ഇല്ലല്ലേ? ഇല്ല, അവർക്ക് കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് തന്നെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാമെന്നും പറയുന്നുണ്ട്. വിഷ്ണുവിന് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തുറന്ന് ചോദിക്കുകയാണ് തുളസീധരൻ. ഇത് കേൾക്കുന്ന മാഡം പറയുന്നു, കല്യാണം കഴിയുന്നതിന് മുൻപായി നമുക്കിത് ചൂഴ്ന്നു നോക്കാനോ അറിയാനോ കഴിയില്ലല്ലോ. കുഞ്ഞുങ്ങളുണ്ടാവുക, അത് ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ പതിവുള്ള കാര്യമാണല്ലോ. പിന്നെ മീനാക്ഷിക്ക് ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഞങ്ങൾ രാജകുമാരിയെ പോലെ നോക്കും. അവൾക്കൊപ്പം ആ കുഞ്ഞും വന്നോട്ടെ, അതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല എന്നും പറയുന്നുണ്ട് രാജലക്ഷ്മി മാഡം. അതൊന്നും പറ്റില്ല, ആ കുഞ്ഞിന്റെ അച്ഛൻ വരുമ്പോൾ അതിനെ പറഞ്ഞയക്കേണ്ടതാണെന്നും തുളസി പറയുന്നുണ്ട്. മാഡം പറയുന്നുണ്ട്, ഇനി എന്തായാലും ആ കുഞ്ഞിനെ അന്വേഷിച്ച് അതിന്റെ അച്ഛനൊന്നും വരില്ല. ഇത് പറയുമ്പോൾ ദാസപ്പനും പറയുന്നുണ്ട്, ശരിയാണ് തുളസി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട്. തുളസീധരൻ പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം തന്നെ വിഷ്ണുവിന്റെ ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്നു രാജലക്ഷ്മിക്ക് അതൊരു ഇഷ്ടക്കേടായിട്ട് തോന്നുകയാണ്. നിങ്ങൾ എന്തായാലും അതൊക്കെ റെഡിയാക്കിയിട്ട് ദാസപ്പനെ അറിയിച്ചാൽ മതിയെന്നും തുളസീധരൻ അവിടെ നിന്ന് വേഗം പോവാണ്. മാഡത്തിന് എന്തായാലും അതൊന്നും അത്ര പിടിച്ചിട്ടില്ല. തുളസി പോകുന്നത് നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാഡം അവിടെ. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ മഞ്ജിമയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്താ ചേച്ചി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. കല്ലുമോൾ ഉറങ്ങിയോ എന്നെല്ലാം അന്വേഷിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്തായി ചേച്ചി കല്യാണ കാര്യം എന്നൊക്കെ അന്വേഷിക്കുകയാണ് മഞ്ജിമ. അതെന്തായാലും ഏകദേശം പോയ ലെവലാണ് കാണുന്നത്. കാരണം വിഷ്ണുവിനെ കുറിച്ച് അച്ഛൻ അന്വേഷിച്ചെന്ന് തോന്നുന്നത്. എന്തായാലും അച്ഛനത് അന്വേഷിക്കാതിരിക്കില്ല. ചേച്ചിയുടെ ഭാവിയെക്കുറിച്ച് അച്ഛന് നല്ലൊരു ധാരണയുണ്ടല്ലോ എന്നെല്ലാം മഞ്ജിമ പറയുന്നു. ഇനി എന്തായാലും ചേച്ചിയുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് മഞ്ജിമ അന്വേഷിക്കുന്നു. അപ്പോൾ പറയുന്നു, മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ BEdന് ചേർന്നാലോ എന്ന് ആലോചിക്കുന്നു. അപ്പോൾ മഞ്ജിമ, അതാണ് ചേച്ചി നല്ലത്, ചേച്ചിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ അത് എന്തായാലും പഠിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട് മഞ്ജിമ. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, കല്ലുമോളെ നോക്കണോട്ട് അമ്മ, അവൾ ഉറങ്ങുകയാണെന്നെല്ലാം പറയുന്നു. അങ്ങനെ മീനാക്ഷി കുളിക്കാൻ പോകുന്ന സമയത്ത് ബാത്റൂമിൽ വഴുക്കി വീഴുന്നു. അങ്ങനെ കുഞ്ഞിനെ ഫിലോമിനെ ഏൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് പ്രസന്നയും മീനാക്ഷിയും. അങ്ങനെ ആ സമയം കുഞ്ഞിനെ ഒരുപാട് നേരം അവർ തന്നെയാണ് നോക്കുന്നത്. ആ സമയം തുളസി ചേട്ടൻ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഫിലോമിന് അവിടെ നിന്ന് പോകുന്നു. കല്ലുമോളാണെങ്കിൽ തുളസി ചേട്ടനെ നോക്കി വല്ലാണ്ട് അങ്ങോട്ട് കരയുന്നു. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.